വഖഫ് അധിനിവേശത്തിൽ മുനമ്പത്തെ ഭൂമി വിൽപ്പനയിലും വൻ ക്രമക്കേട്. സിദ്ദിഖ് സേട്ട് ഫറൂഖ് കോളേജ് ഭൂമി ഇടപാടുകൾ നിയമവിരുദ്ധം. കൃത്രിമ രേഖകളിലെ ഭൂമിയാണ് സിദ്ദിഖ് സേട്ട് വിൽപ്പന നടത്തിയതെന്ന് അബ്ദുൽ സത്താർ ഹാജി മൂസയുടെ ചെറുമകൻ ഷംസാദ് ഹുസൈൻ സേട്ടിന്റെ വെളിപ്പെടുത്തൽ. ഭൂമി ഇടപാടിന്റെ രേഖകൾ ജനം ടിവിക്ക് ലഭിച്ചു. ജനം ബിഗ് ബ്രേക്കിംഗ്. കുടുംബത്തിന്റെ ജനങ്ങളിൽ എത്താത്ത കുറേ രേഖകൾ എൻ്റെ കൈവശമുണ്ട്. അത് ഞാൻ ജനങ്ങൾക്ക് കാണിക്കാൻ തയ്യാറായിരിക്കുന്നതും ഇതിൻ്റെ സത്യങ്ങൾ പുറത്തു വരേണ്ടതുമാണ്. ഈ രേഖകൾ വഴി ഈ തിരുവിതാംകൂർ മഹാരാജാവ് 404 ഏക്കർ ഭൂമി കൊടുത്തത് അബ്ദുൽ സത്താർ ഹാജി മൂസക്കായിരുന്നു. ഇത് തിരിമറി ചെയ്തിട്ട് പ്രമാണങ്ങൾ ഉണ്ടാക്കി സിദ്ദീഖ് സേട്ട് കൂട്ടുനിന്ന് പ്രമാണങ്ങൾ ചെയ്യിച്ചിട്ട് സിദ്ദീഖ് സേട്ട് ഫാറൂഖ് കോളേജിന് വിൽപ്പന വഖഫ് ചെയ്ത ആധാരം ശരിയല്ല. അത് റദ്ദ് ചെയ്യേണ്ടതാണ്. അതിനുള്ള രേഖകളെല്ലാം ഞാനിവിടെ കാണിക്കാൻ തയ്യാറാണ്. അത് ഗവൺമെന്റിന് ഈ ക്രമക്കേട് 404 ഏക്കർ ഭൂമി ക്രമക്കേടുകൾക്ക് വന്നേക്കുന്നത് ഈ ഗവൺമെന്റിനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് കണ്ണിൽ പൊടിയിടാനാണ് ഈ പ്രമാണം ഉണ്ടാക്കിയത്. സിദ്ദിഖ് സേട്ട് 1950 ഉണ്ടാക്കിയത് ഗവൺമെന്റിനെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ചെയ്തതെന്ന് പറയുമ്പോൾ ഈ ആധാരം ഇയാൾ ചെയ്തേക്കുന്നത് കുറേ വളരെ അധികം ഈ ആധാരത്തിൽ പല രേഖകൾ വ്യത്യാസങ്ങളുണ്ട്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ ഭൂമിയാണത്. ഇത് അബ്ദുൽ സത്താർ ഹാജി മൂസാക്ക് പട്ടയം കിട്ടിയതാകാം, അല്ലാന്നുണ്ടെങ്കിൽ പാട്ടച്ചീട്ട് കിട്ടിയതാവാം. ഇയാൾ ഒരു കെയർ ടേക്കറിൻ്റെ കഥയുണ്ട്. അതായത് ഈ പത്രത്തിൽ ഈ രേഖകളിൽ കെയർ ടേക്കറായിട്ടാണ് സിദ്ദിഖ് സേട്ട് നിന്നത്. ആ കഥകളൊക്കെ എനിക്ക് അടുത്ത ദിവസം ജനങ്ങളുടെ മുമ്പിൽ പറയേണ്ടി വരും. കിരൺ കുമാർ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. കിരൺ, തുടരെ വെളിപ്പെടുത്തലുകളാണ്. വഖഫ് ബോർഡിൻ്റെ പേരിൽ അല്ലെങ്കിൽ നിലവിലുള്ള വഖഫ് നിയമത്തിൻ്റെ പേരിൽ ലോകമെമ്പാടും അല്ലെങ്കിൽ രാജ്യമെമ്പാടും നടക്കുന്ന കൊള്ള, കയ്യേറ്റം, ഈ സ്ഥലം കയ്യേറ്റം, അത് നിയന്ത്രിക്കാനായി ഭേദഗതി ബില്ല് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ ഒറ്റക്കെട്ടായി സംസ്ഥാനത്ത് പ്രമേയം പാസാക്കുന്നു ഇടതുമുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും. ഒടുവിൽ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ മുനമ്പത്ത് ചെന്ന് വി ഡി സതീശൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ പറയുന്നു മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല, അവിടുത്തെ നിവാസികൾക്ക്, പ്രദേശവാസികൾക്ക് ആ ഭൂമി വിട്ടു നൽകണം, അതല്ലെങ്കിൽ അത് അവരിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള നീക്കം അവസാനിപ്പിക്കണം എന്ന്. തെരഞ്ഞെടുപ്പ് കഴിയും വരെ മുസ്ലിം ലീഗ് നേതാക്കൾ മിണ്ടാതിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവിടെ വന്ന് പറയുന്നു കുഞ്ഞാലിക്കുട്ടി പൊട്ടിത്തെറിക്കുന്നു, ഘോരഘോരം പറയുന്നു മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയാണ്, അതല്ലെന്നാരും പറഞ്ഞിട്ടില്ല എന്ന്. ഉടനെ തന്നെ കോൺഗ്രസ് വീണ്ടും പ്ലേറ്റ് മാറ്റുകയാണ്, മലക്കം മറിയാണ്, മുട്ടുമടക്കുകയാണ്. കിരൺകുമാർ, വളരെ നിർണായകമായൊരു വെളിപ്പെടുത്തലല്ലേ ജനം ടി വി പുറത്തുവിടുന്നത്? പ്രദീപിള്ള, ഈ മുനമ്പത്തെ ജനങ്ങളും ഒപ്പം തന്നെ BJP അടക്കമുള്ള ആളുകളും നേരത്തെ മുതൽ ഈ വിഷയം ഉണ്ടായപ്പോൾ മുതൽ തന്നെ പറയുന്ന ഒരു കാര്യം, മുനമ്പത്തെ ഭൂമി അത് വഖഫിൻ്റെതല്ല, വഖഫിന് നിയമപരമായി തന്നെ ഇത് കൈവശം വെക്കാനായിട്ടുള്ള അധികാരങ്ങളില്ല എന്നുള്ളൊരു കാര്യമാണ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നത്. ഏതായാലും ഇപ്പോൾ ഈ തർക്കങ്ങൾക്കൊക്കെ കാരണമായിട്ടുള്ള ഒരു കുടുംബം, അതായത് തിരുവിതാംകൂർ രാജവംശത്തിന്റെ കൈവശം വരുന്ന ഭൂമി അത് പിന്നീട് ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് പാട്ടത്തിനെത്തുകയും പിന്നീട് അവിടുന്ന് ഫാറൂഖ് കോളേജിലേക്ക് അത് കൈമാറുന്നതോടുകൂടിയാണ് ഈ വിഷയങ്ങൾക്കെല്ലാത്തിനും തുടക്കമുണ്ടാകുന്നത്. അങ്ങനെയുള്ള ആ ഒരു കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നിർണായകമായിട്ടുള്ളൊരു വെളിപ്പെടുത്തൽ ഉണ്ടാവുകയാണ്. അവർ വെളിപ്പെടുത്തുന്നത് ഇതിന്റെ രേഖകൾ സഹിതമുള്ള വെളിപ്പെടുത്തൽ തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഈ സിദ്ദിഖ് സേട്ട് എന്ന വ്യക്തി, അതായത് സിദ്ദിഖ് സേട്ട് ഫാറൂഖ് കോളേജിന് കൊടുത്തു എന്നാണ് ഈ മുനമ്പത്തെ ഭൂമിയെ കുറിച്ച് പറയുന്നത്. ഇങ്ങനെയുള്ള ഈ സിദ്ദിഖ് സേട്ടിന് ഈ ഭൂമി കൈവശം വെക്കാൻ പോലും അവകാശം ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് നേരത്തെ രാജഭരണത്തിന്റെ കാലത്ത് തിരുവിതാംകൂർ രാജാവ് അബ്ദുൽ സത്താർ സേട്ട് എന്ന ഗുജറാത്തിൽ നിന്നെത്തിയിട്ടുള്ള ഒരു വ്യാപാരിക്ക് അദ്ദേഹത്തിന് പാട്ടത്തിന് വേണ്ടി നൽകിയിട്ടുള്ള ഒരു ഭൂമിയായിരുന്നു മുനമ്പത്തെ 404 ഏക്കർ. അതായത് ഇന്നിപ്പോൾ തർക്കം നടക്കുന്ന ഭൂമി അന്ന് തിരുവിതാംകൂർ രാജവംശത്തിന്റെ കയ്യിലിരുന്നത്
പാട്ടത്തിന് നൽകുന്നു. പിന്നീട് ഈ കുടുംബത്തിലെ അംഗം എന്ന നിലയിൽ ഒരാൾ വരികയും അയാൾ പിന്നീട് ഇത് ഫാറൂഖ് കോളേജിന് കോളേജ് ആരംഭിക്കുന്ന സമയത്ത് നൽകുകയും ചെയ്തിരുന്നു എന്നാണ് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്നത്. അങ്ങനെയാണ് വഖഫിന്റെ കൈവശത്തിലേക്ക് ഈ ഭൂമി എത്തുന്നത് എന്നുള്ളൊരു അവകാശവാദമാണ് വഖഫ് ബോർഡും ഉന്നയിക്കുന്നത്. എന്നാൽ ഈ സിദ്ദിഖ് സേട്ടിന് ഈ കുടുംബവുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള രക്തബന്ധം ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും ഈ കുടുംബത്തിലെ ഇന്ന് ഈ തലമുറയിൽ ജീവിച്ചിരിക്കുന്ന ഒരു അംഗത്തിൻ്റെതായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. ഈ സിദ്ദിഖ് സേട്ട് ഇവരുടെ ഒരു കുടുംബ സുഹൃത്ത് മാത്രമായിരുന്നു, അല്ലാതെ മറ്റ് പാരമ്പര്യ ബന്ധങ്ങളൊന്നും തന്നെ ഇവർക്ക് ഉണ്ടായിരുന്നില്ല. ഇവരുടെ പിതാവിന്റെ സഹോദരൻ അദ്ദേഹത്തിന്റെ ചില തിരക്കുകൾ കാരണം ഈ കൈവശമുള്ള ഈ ഭൂമി അടക്കമുള്ള കാര്യങ്ങളിൽ നോക്കാൻ സാധിച്ചിരുന്നില്ല. ആ സമയത്ത് സുഹൃത്തായ ഈ സിദ്ദിഖ് സേട്ടിന ഈ ഭൂമി നോക്കുന്നതിന് വേണ്ടി ഏൽപ്പിക്കുന്നു. പിന്നീട് അയാൾ ഈ കുടുംബത്തിൽ നിന്ന് തന്നെ ഈ സ്വത്ത് തട്ടിയെടുക്കുകയും പിന്നീട് അത് ഫാറൂഖ് കോളേജിന് നൽകുകയുമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളൊരു വെളിപ്പെടുത്തൽ തന്നെയാണ് ഈ അബ്ദുൾ സത്താർ സേട്ടിന്റെ കൊച്ചുമകളായിട്ടുള്ള ഷംസാദിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. നേരത്തെ തന്നെ ഇവർ ഈ കാര്യം വെളിപ്പെടുത്തിയിരുന്നതാണ്. എന്നാൽ ഈ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള രേഖകളടക്കം അവർ ഇപ്പോൾ പുറത്തുവിടുകയാണ്. ഇങ്ങനെ അനധികൃതമായിട്ടാണ് ഈ ഭൂമി വഖഫിന്റെ കൈവശം എത്തിയത് എന്ന് കൃത്യമായി തന്നെ തെളിയിക്കുന്ന രേഖകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയോഗിച്ചിട്ടുള്ള അന്വേഷണ കമ്മീഷൻ അതിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇന്നലെ അന്വേഷണ കമ്മീഷൻ ഫാറൂഖ് കോളേജിനും ഒപ്പം തന്നെ വഖഫ് ബോർഡിനും റവന്യൂ വകുപ്പിനും ഈ ഭൂമി സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അന്വേഷണത്തിലെ അവരുടെ നിലപാട് തിരക്കിക്കൊണ്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 ആഴ്ചക്കുള്ളിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇതിന്റെ മുന്നോട്ടുള്ള നിയമ കാര്യങ്ങളിലേക്കടക്കം വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന അല്ലെങ്കിൽ വലിയ രീതിയിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന രീതിയിൽ, അതായത് ഇത് വഖഫിന് ഒരു തരത്തിലും അവകാശം ഉന്നയിക്കാൻ കഴിയുന്നതല്ല മുനമ്പത്തെ ഭൂമി എന്ന് തന്നെ വ്യക്തമാക്കുന്ന നിർണായകമായിട്ടുള്ള രേഖകൾ തന്നെയാണ് ഇപ്പോൾ കുടുംബം പുറത്തുവിടുന്നത്. ഓക്കെ, പ്രദീപ് പിള്ള.